good morning. Next we can see what are the rights of surety. ആദ്യം നമ്മൾ ഷുവർട്ടീൻ്റെ റൈറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ദ പേഴ്സൺ ഹു ഗിവ്സ് ഗ്യാരണ്ടി ഇസ് നോൺ ആസ് ഷുവർട്ടി. ഓക്കെ, അപ്പോൾ ആരാണോ ഗ്യാരണ്ടി കൊടുക്കുന്ന ആൾ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷുവർട്ടി എന്ന് പറയുന്നത്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാണോ കടം വാങ്ങുന്ന ആൾ അവർ, ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണോ കടം കൊടുക്കുന്ന ആൾ അവരെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുക. ഓക്കെ, അപ്പം ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് ഒരു ഷുവർട്ടിക്ക് ഉള്ളത് നോക്കാം. അപ്പം ദ റൈറ്റ്സ് ഓഫ് എ ഷുവർട്ടി it has against the creditor, against the debtor and against the co-sureties. അപ്പം ഷുവർട്ടീൻ്റെ അവകാശങ്ങൾ, എന്തൊക്കെ അവകാശങ്ങൾ ക്രെഡിറ്റർ എടുത്തുണ്ട്, അതേപോലെ ഡെറ്റർ എടുത്ത്, അതേപോലെ കോ-ഷുവർട്ടീസിൻ്റെ അടുത്തുണ്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ റൈറ്റ്സ് എഗെയിൻസ്റ്റ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആരാണോ ഇപ്പോൾ കടം കൊടുത്തത്. ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ ബാങ്കാണ് ഇവിടുത്തെ, ബാങ്കാണ് കടം കൊടുക്കുന്നതെങ്കിൽ ബാങ്കാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ക്രെഡിറ്റർ അടുത്തുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ റൈറ്റ്സ് ബിഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. അതായത് ഷുവർട്ടി പേയ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്? ഓൺ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്, പേയ്മെൻറ്റ് നടത്തിയാൽ എന്തൊക്കെയാണ്? ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് റൈറ്റ് ടു ബി സെറ്റ് ഓഫ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷുവർട്ടീസ് എഗെയിൻസ്റ്റ് ക്രെഡിറ്ററിൽ ബിഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് എന്ത് റൈറ്റ് ആണത് നോക്കാം. അപ്പോൾ ഷുവർട്ടി ആഫ്റ്റർ ദ ഗ്യാരണ്ടീഡ് ഡെറ്റ് ഹാസ് ബിക്കം ഡ്യൂ ആൻഡ് ബിഫോർ ഹീ ഈസ് കോൾഡ് അപ്പോൺ ടു പേ ടു റിക്വയർ ദ ക്രെഡിറ്റർ ടു സ്യൂ ദ പ്രിൻസിപ്പൽ ഡെറ്റർ. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഡെറ്റർ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഡെറ്റർ ഡീഫോൾട്ട് വരുത്തിയ സമയത്ത് ഷുവർട്ടീൻ്റെ അടുത്ത് പറയാണ് പൈസ തരാൻ വേണ്ടിയിട്ട്. അയാൾ ഗ്യാരണ്ടി ചെയ്ത സാധനമാണല്ലോ, അപ്പോൾ അയാൾക്കെതിരെ ഒരു നോട്ടീസ് പോയിട്ടുണ്ടെങ്കിൽ അയാൾ ആദ്യം തന്നെ പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്രെഡിറ്ററോട് പറയും ഡെറ്റർക്കെതിരെ നിങ്ങളൊരു കേസ് കൊടുക്കൂ എന്നുള്ളത്. But he shall have to indemnify the creditor for any expenses or loss resulting therefrom. അപ്പോൾ ഈ ക്രെഡിറ്റർ അപ്പോൾ അതിനെതിരെയുള്ള നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കാശ് ചിലവായിട്ടുണ്ടോ, ഇപ്പോൾ നോട്ടീസ് അയക്കുകയാണ്, സ്റ്റാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ചിലവുകൾ ക്രെഡിറ്റർക്ക് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ആര് വഹിക്കേണ്ടി വരും? ഷുവർട്ടി ഹാസ് ടു ബെയർ. മനസ്സിലായോ? അപ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് ദ ക്രെഡിറ്ററിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് ബിഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. ഷുവർട്ടി പേയ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ ക്രെഡിറ്റർ അടുത്ത് എന്ത് ചോദിക്കാം എന്നാണ് പറയുന്നത്? റിക്വയർഡ് ടു സ്യൂ അഗെയിൻസ്റ്റ് ദ ഡെറ്റർ ഓൺ വൺ കണ്ടീഷൻ ദറ്റ് ദ ഷുവർട്ടി ഹാസ് ടു ബെയർ ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻ കണക്ഷൻ വിത്ത് ദറ്റ്. എന്താ പറയുക, എന്ത് നടപടിയാണോ എടുക്കുന്നത് അതിന് അപ്പോൾ വരുന്ന എല്ലാ എക്സ്പെൻസസും ഷുവർട്ടി ഹാസ് ടു ബെയർ. ഓക്കെ, ദെൻ സെക്കൻഡ് റൈറ്റ് ഇസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. ഇനി പൈസ കൊടുത്ത്, അതായത് ഗ്യാരണ്ടി കൊടുത്ത എമൗണ്ട്, ഇപ്പോൾ 1 lakh ആയിരുന്നു ഷുവർട്ടി ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ 1 lakh പേയ്മെൻറ്റ് നടത്തി ക്രെഡിറ്റർക്ക്. അതോടുകൂടിയിട്ട് ഷുവർട്ടി ആരായി മാറുക ചെയ്യുന്നത്? ക്രെഡിറ്ററായി മാറും. കാരണം ഈ 1 lakh ക്രെഡിറ്റർക്ക് കൊടുത്തു, ക്രെഡിറ്ററുമായിട്ടുള്ള എല്ലാ കാര്യം കഴിഞ്ഞു, അവിടെ ആ റിലേഷൻഷിപ്പ് അവിടെ അവസാനിച്ചു. അതോടുകൂടി നമ്മുടെ ഷുവർട്ടി ആരായി മാറുന്നു എന്നാണ് പറയുന്നത്? ഹീ ഈസ് അബ്രോഗേറ്റഡ് ടു ഓൾ ദ റൈറ്റ്സ് ഓഫ് ദ ക്രെഡിറ്റർ ആൻഡ് ഗെറ്റ്സ് the right to demand from the creditor at the time of payment of all securities. അതായത് ഷുവർട്ടി സ്റ്റെപ്സ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദി ക്രെഡിറ്റർ എന്നാണ് പറയുന്നത്. അതോടുകൂടി ഷുവർട്ടി ആരായി മാറുക ചെയ്യുന്നത്? ക്രെഡിറ്ററായി മാറുക. അപ്പം ക്രെഡിറ്റർ അടുത്ത് എന്തൊക്കെ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്? ഈ 1 lakh റുപ്പീസ് വാങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കിൽ എന്തെല്ലാം വെച്ചിട്ടുണ്ട്? അപ്പോൾ വീടിൻ്റെ ആധാരമൊക്കെ വെച്ചിട്ടാണല്ലോ വാങ്ങുക. അതെല്ലാം ആർക്ക് കിട്ടുന്ന പറയുന്നത്? ഇറ്റ് ഈസ് സബ്രോഗേറ്റഡ്. അതായത് അതിനാണ് റൈറ്റ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. അതെല്ലാം ആർക്ക് കിട്ടുന്ന പറയുന്നത്? ഷുവർട്ടിക്ക് കിട്ടും ആഫ്റ്റർ മേക്കിംഗ് ദ പേയ്മെൻറ്റ്. ഓക്കെ, ദെൻ തേർഡ് റൈറ്റ് ഇസ് പേയ്മെൻറ്റ് ടു ബി സെറ്റ് ഓഫ്. On being sued by the creditor, the surety may plead any set off or counter claim which the debtor has against the
ക്രെഡിറ്റർ. അതായത് ഇങ്ങനെ ഈ ക്രെഡിറ്റർ എടുത്തതാക്കുന്ന സമയത്തെ ഇനിയിപ്പം എന്തെങ്കിലും കൗണ്ടർ ക്ലെയിം സെറ്റ് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇപ്പം ഷുവർട്ടി ക്രെഡിറ്റർ ഇപ്പോൾ 1,00,000 റുപ്പീസ് വാങ്ങിയതിൽ 10,000 റുപ്പീസ് ഡെറ്റർ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലായല്ലോ. ഡെറ്റർ എത്ര കൊടുത്തു കഴിഞ്ഞ് 10,000 രൂപ, ബാക്കി ഇനി എത്രയേ കൊടുക്കാനുണ്ടാവുള്ളൂ, 90,000. അങ്ങനെയുള്ള എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എന്താക്കാമെന്നാണ് പറയുന്നത്, കൗണ്ടർ ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് കൊടുത്താൽ മതി. അതാണ് റൈറ്റ് ടു ബി സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 3 റൈറ്റ്സ് ഓഫ് ഷുവർട്ടി എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ഷുവർട്ടി എഗെയിൻസ്റ്റ് ദ ഡെറ്റർ എന്നാണ്. പ്രിൻസിപ്പൽ ഡെറ്റർ എന്തൊക്കെ അവകാശങ്ങളാണ്? ഞാനിപ്പോൾ ഒരാൾക്ക് ഗ്യാരണ്ടി കൊടുത്തു, നീ കൊടുത്തില്ലെങ്കിൽ ഞാൻ എമൗണ്ട് അടച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഡെറ്റർക്കെതിരെ ഡെറ്ററോട് എന്തൊക്കെ റൈറ്റ്സാണ് ഉള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ബി റിലീവ്ഡ് ഫ്രം ലയബിലിറ്റി. അതായത് ഫസ്റ്റ്, ബിഫോർ മേക്കിംഗ് എനി പേയ്മെൻറ്റ് അണ്ടർ ദ ഗ്യാരണ്ടി, ഷുവർട്ടി ക്യാൻ കമ്പൽ ദ ഡെറ്റർ ടു റിലീവ് ഹിം ഫ്രം ലയബിലിറ്റി ബൈ പേയിങ് ഓഫ് ഡെറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഷുവർട്ടി പൈസ ഗ്യാരണ്ടി കൊടുത്ത എമൗണ്ട് അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഡെറ്ററോട് എന്ത് പറയാം, ഒന്ന് നീ ആ കടമൊക്കെ കൊടുത്ത് നീ ഒന്ന് തീർത്ത് എന്നെ ഒന്ന് റിലീവ് ചെയ്ത് കൊണ്ടാന്ന് പറഞ്ഞെങ്ങാണ്ട് ആ ലയബിലിറ്റിന്ന് റിലീവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. ദ ഷുവർട്ടി മേ ടേക്ക് പ്രൊസീഡിങ്സ് ഫോർ ദിസ് പേർപ്പസ് ദ മൊമെൻറ്റ് ഹിസ് ലയബിലിറ്റി അറൈസസ് ആൻഡ് ഈവൻ ബിഫോർ ഹി ഹാസ് കോൾഡ് അപ്പോൺ ടു പേ. ഈ ഒരു റൈറ്റ് എക്സസൈസ് ചെയ്യാൻ എപ്പോഴേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്, എപ്പോഴാണോ നമ്മുടെ ഷുവർട്ടീൻ്റെ ബാധ്യത വരുന്നത്. ഷുവർട്ടീൻ്റെ ബാധ്യത എപ്പോഴാണ് വരിക, ഡെറ്റർ പൈസ കൊടുക്കാതിരിക്കുന്ന സമയത്ത്. അപ്പം ഷുവർട്ടീൻ്റെ ബാധ്യത തുടങ്ങാൻ വേണം. അതേസമയം ഇയാളോട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാങ്കാണെങ്കിൽ ബാങ്ക് ഷുവർട്ടീൻ്റെ അടുത്ത് പറയല്ലോ, നോട്ടീസ് അയക്കല്ലോ വന്ന് പേയ്മെൻറ്റ് നടത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഡെറ്റർ എടുത്ത് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഹി ക്യാൻ കമ്പൽ, ഷുവർട്ടി ക്യാൻ കമ്പൽ ദ പ്രിൻസിപ്പൽ ഡെറ്റർ ടു റിലീവ് ഹിം ഫ്രം ദ ലയബിലിറ്റി ബൈ പേയിങ് ഓഫ് ദ ഡെറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ റൈറ്റാണ് പറയാൻ പോണത്, റൈറ്റ് ഓഫ് സബ്രോഗേഷൻ. നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ആദ്യം നമ്മൾ പഠിച്ച പോയിന്റ് എന്ന് പറയുന്നത് ബിഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് വാട്ട് ഈസ് ദ റൈറ്റ് ഓഫ് ദി ഷുവർട്ടി അഗെയിൻസ്റ്റ് ദി ഡെറ്റർ എന്നാണ്. ഇനി റൈറ്റ് ഓഫ് സബ്രോഗേഷൻ എക്സസൈസ് ചെയ്യുക എപ്പോഴാണെന്നറിയോ, ആഫ്റ്റർ മേക്കിംഗ് ദി പേയ്മെൻറ്റ്. അപ്പോൾ വേർ എ ഗ്യാരണ്ടി ഡെറ്റ് ഹാസ് ബിക്കം ഡ്യൂ and the surety has paid all that he is liable for, he is invested with all the rights which the creditor had against the debtor. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഷുവർട്ടി ആഫ്റ്റർ മേക്കിംഗ് ദ പേയ്മെൻറ്റ് ഹി സ്റ്റെപ്സ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദി ക്രെഡിറ്റർ എന്ന് പറഞ്ഞു. അതായത് പേയ്മെൻറ്റ് നടത്തുന്നതോട് കൂടിയിട്ട് ഷുവർട്ടിക്ക് എങ്ങനെയുള്ള റൈറ്റാണ് കിട്ടുന്നത്, റൈറ്റ് ഓഫ് സബ്രോഗേഷൻ. റൈറ്റ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓൺ മേക്കിംഗ് ദ ഗ്യാരണ്ടി ഡെറ്റ് ദ ഷുവർട്ടി സ്റ്റെപ്സ് ഇൻ ടു ദി ഷൂസ് ഓഫ് ദി ക്രെഡിറ്റർ. അതായത് എന്തൊക്കെ ഈ ഡെറ്ററിൻ്റെ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സോ, ഇനിയിപ്പോൾ ഗോൾഡാണ് പണയം വെച്ചതെങ്കിൽ ആ ഗോൾഡെല്ലാം ആരുടെ കയ്യിലേക്കായി മാറും, നമ്മളെ ഷുവർട്ടീൻ്റെ കയ്യിലേക്ക് കിട്ടും. ക്ലിയർ ആയ, അതാണ് റൈറ്റ് ഓഫ് സബ്രോഗേഷൻ. ശരിക്കും പഠിച്ച് വെക്കണം. ദെൻ തേർഡ് റൈറ്റ് ഇസ് റൈറ്റ് അഗെയിൻസ്റ്റ് ഡെറ്ററിൽ വരുന്നതാണ് റൈറ്റ് ടു ഇൻറ്റെമ്നിഫൈ. ഇൻറ്റെമ്നിഫൈ നിങ്ങൾ പഠിച്ചതാണ്. എന്താ ഇൻറ്റെമ്നിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇൻറ്റെമ്നിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്തിത്തരാനുള്ള, നഷ്ടപരിഹാരം കിട്ടാനുള്ള. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ്. ഇൻ എവറി കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ദർ ഇസ് എൻ ഇംപ്ലൈഡ് പ്രോമിസ് ബൈ ദ ഡെറ്റർ ടു ഇൻറ്റെമ്നിഫൈ ദ ഷുവർട്ടി and surety is entitled to recover from the debtor all payments properly made. ഈ പ്രോപ്പർലി മെയ്ഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എന്തെങ്കിലും ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ബി എന്ന് പറഞ്ഞ ഒരാൾ സി ഒരു ഷുവർട്ടി ആയി നിൽക്കുന്നുണ്ട്, എ ഈസ് ഇൻറ്റെപ്റ്റഡ് ടു ബി. അങ്ങനെ ഈ ബി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഹി ഡിമാൻഡ്സ് പേയ്മെൻറ്റ് ഫ്രം സി. ഷുവർട്ടീനോട് പറയാണ്,
അയാൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുതരണം കാശ് എന്ന് പറഞ്ഞ്. ഇങ്ങനെയുള്ളൊരു സമയത്ത് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ സി ഡിഫെൻസ് ദ സ്യൂട്ട് ബട്ട് ഹീസ് ഡയറക്റ്റഡ് ബൈ ദ കോർട്ട് ടു പേ ഒന്നും കൂടെ പറയാം. എ ഈസ് ഇൻഡെപ്റ്റഡ് ടു ബി ആൻഡ് സി ഇസ് ദ ഷുവർട്ടി ഫോർ ദ ഡെറ്റ്. അപ്പം ബി ഡിമാൻഡ്സ് പേയ്മെൻറ്റ് ഫ്രം സി ആൻഡ് ഓൺ ഹിസ് റിഫ്യൂസൽ ബി sue him for the payment എന്നാണ് പറയുന്ന എമൗണ്ട്. അങ്ങനെ സി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ സി ഡിഫെൻസ് ദ സ്യൂട്ട് ബട്ട് ഹീ ഈസ് ഡയറക്റ്റഡ് ബൈ ദ കോർട്ട് ടു പേ ദ എമൗണ്ട് ഓഫ് ഡെറ്റ് വിത്ത് ദ കോസ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ്. അതായത് കോടതിയിൽ എന്ത് ചിലവ് വന്നിട്ടുണ്ടോ അതെല്ലാം കൂടെ വെച്ചിട്ടാണ്. സോ ഇൻ സച്ച് എ കേസ് സി ക്യാൻ റിക്കവർ ഫ്രം എ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മളെ ഡെറ്റർ എടുക്കുന്നത്. അതായത് ഈ ഷുവർട്ടിക്ക് എന്തൊക്കെ കോടതി ചിലവുകൾ വന്നിട്ടുണ്ടോ അതും കൂടെ ആരെടുത്തു നിന്ന് വാങ്ങാം എന്നാണ് പറയുന്നത്? നമ്മളെ ഡെറ്റർ എടുത്തു നിന്ന് വാങ്ങാം. അതായത് ഹീ റിക്കവർ നോട്ട് ഓൺലി ദ ഡെറ്റ് ബട്ട് ഓൾസോ ദ കോസ്റ്റ് വിച്ച് ഹാസ് പെയ്ഡ് ടു ദ ക്രെഡിറ്റർ ആസ് ദി കോസ്റ്റ് പെയ്ഡ് ബൈ സി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ദ പേയ്മെൻറ്റ് പ്രോപ്പർലി മെയ്ഡ്. അതായത് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തൊക്കെ ചിലവുകൾ വന്നിട്ടുണ്ടോ അതെല്ലാം ആരെടുത്തുനിന്ന് വാങ്ങാം എന്നാണ് പറയുന്നത്? നമ്മളെ ഡെറ്റർ അടുത്തുനിന്ന് വാങ്ങിക്കാം. അതാണ് എന്താ പറയുക, എന്തെങ്കിലും ഇങ്ങനെയുള്ള എക്സ്ട്രാ ചിലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ, അത് പക്ഷേ പ്രോപ്പർലി മെയ്ഡ് ആവണം. പ്രോപ്പർലി മെയ്ഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അങ്ങനെയുള്ള എല്ലാ ചിലവുകളും ആരുടെ നിന്ന് വാങ്ങാം എന്നാണ് പറയുന്നത്? ഡെറ്റർ എടുത്തുനിന്ന്. അതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് ഡെറ്ററിൽ ഷുവർട്ടീൻ്റെ ഒരു റൈറ്റാണ് റൈറ്റ് ടു ഇൻറ്റെംനിഫൈ. ഓക്കെ, ഈ റൈറ്റ് അഗെയിൻസ്റ്റ് കോ ഷുവർട്ടീസ് മൂന്നാമത്തതാണ് നമ്മൾ പഠിക്കാൻ പോണത്. വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ദ ഷുവർട്ടി എഗെയിൻസ്റ്റ് കോ ഷുവർട്ടീസ്. ഇനി ആരാ ഫസ്റ്റ് കോ ഷുവർട്ടി ആരാന്ന് നോക്കാം. വെൻ എ ഡെറ്റ് ഇസ് ഗ്യാരണ്ടീഡ് ബൈ 2 or more sureties they are called കോ ഷുവർട്ടീസ്. ആരെ കൊണ്ടാണ് കോ ഷുവർട്ടീസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഡെറ്റ് ഉണ്ട്, ഒരു 1 lakh rupees ഒരാൾ വാങ്ങിയിട്ടുണ്ട്. ആ 1 lakhനുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നത് 2 ആളുകൾ കൂടിയിട്ടാണ്. ഞാനും വേറൊരാളും കൂടെ കൂടിയിട്ടാണ് ഗ്യാരണ്ടി. അതായത് അവൾ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാനും വേറൊരാളും കൂടെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരെയും കൂടെയാണ് കോ ഷുവർട്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഷുവർട്ടി അല്ല അവിടെ ഉണ്ടാവുക, രണ്ടോ അതിലധികമോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കോ ഷുവർട്ടീസ് ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ആസ് എഗ്രീഡ് ടുവേർഡ്സ് ദ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. അപ്പോൾ എങ്ങനെയാണോ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് അതേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഡെറ്റർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. 1 lakh ആണ് ഒരാൾ വാങ്ങിയിട്ടുള്ളത്. അതിനുള്ള ഗ്യാരണ്ടി കൊടുത്തത് ഞാനും വേറൊരാളും കൂടിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇപ്പം ഡെറ്റർ വീഴ്ച വരുത്തിയാൽ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ഞാനും 50,000 എടുക്കണം, മറ്റേ ഷുവർട്ടി 50,000 എടുക്കണം. മനസ്സിലായല്ലോ? ചിലപ്പം ഓരോ എമൗണ്ട് ആയിരിക്കും. ഞാൻ പറയാം ഐ വിൽ കോൺട്രിബ്യൂട്ട് 25,000 ആൻഡ് അതർ വൺ വിൽ കോൺട്രിബ്യൂട്ട് 75,000. അവിടെ അന്നേരം വീഴ്ച വരുത്തിയ ഞാൻ 25 കൊടുത്താൽ മതി, അതിൽ കൂടുതൽ ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, മറ്റേ ആൾ 75 കൊടുത്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെയാണ് എപ്പോഴും കോ ഷുവർട്ടീസ് ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ആസ് എഗ്രീഡ് ടുവേർഡ്സ് ദ പേയ്മെൻറ്റ് ഓഫ് ഗ്യാരണ്ടി ഡെറ്റ്. ഇനി വെൻ വൺ ഓഫ് ദ കോ ഷുവർട്ടീസ് മേക്സ് പേയ്മെൻറ്റ് ടു ദ ക്രെഡിറ്റർ ഹി ഹാസ് ദ റൈറ്റ് ടു ക്ലെയിം കോൺട്രിബ്യൂഷൻ ഫ്രം ദി അതർ ഷുവർട്ടി ഓർ കോ ഷുവർട്ടീസ്. അതായത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഞാൻ എന്ത് ചെയ്ത് 25,000 അല്ലേ ശരിക്കും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും, പക്ഷേ 1 lakh ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഐ ക്യാൻ ക്ലെയിം ദ 75,000 ഫ്രം ദി അതർ ഷുവർട്ടി. മനസ്സിലായോ? അതായത് ഇപ്പം അയാളെടുത്തില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എപ്പോഴാണ് അയാളെടുത്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്താക്കാം, ആ 75,000 രൂപ തിരിച്ചു വാങ്ങാനുള്ള റൈറ്റും ഉണ്ട്. അപ്പോൾ ഈ കോ ഷുവർട്ടീസിൻ്റെ അടുത്ത് എന്തൊക്കെ റൈറ്റ്സ് ആണ് നോക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ, കോ ഷുവർട്ടീസ് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി. അങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ, അതായത് കോ ഷുവർട്ടീസ് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇപ്പം ഇഫ് ദ ഡെറ്റർ മേക്സ് ഡീഫോൾട്ട് ഈക്വലി, where there are 2 or more co-sureties for the same debt and the debtor has committed a default, the co-sureties in the absence of any contract to the contrary are liable to contribute equally to the extent of default. അതായത് ഒന്നും പറയുന്നില്ലെങ്കിൽ കോ ഷുവർട്ടീസ് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്?
ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഈ 1 lakh ഗ്യാരണ്ടി ചെയ്തത് ഞാൻ പറഞ്ഞതിൽ ഞാനും വേറൊരാളാണ്, ഒന്നും പറയുന്നില്ല, എങ്ങനെയാണ് അതിൻ്റെ എഗ്രിമെൻ്റ് ഒന്നുമില്ല, എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, വീഴ്ച വരുത്തിയിട്ടില്ല, എത്ര ഞാൻ എടുക്കണം എത്ര മറ്റേ ആൾ എടുക്കണം എന്നൊന്നും പറയുന്നില്ലെങ്കിൽ എന്താക്കണം എന്നാണ് പറയുന്നത്, ദേ ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി. ഓക്കെ, ഇനി ദിസ് പ്രിൻസിപ്പിൾ വിൽ അപ്ലൈ വെദർ ദിയർ ലയബിലിറ്റി ഇസ് ജോയിൻറ്റ് ഓർ സെവറൽ and whether their liability arises under the same or different contracts and whether with or without the knowledge of the other. അപ്പോൾ അതാണ്. അപ്പോൾ എഗ്രിമെൻറ്റിൽ എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിൽ co-sureties ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി. അതാണ് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് ഇസ് ലയബിലിറ്റി ഓഫ് co-sureties ബൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സംസ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ co-sureties എങ്ങനെയാണ് ദേ ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഇൻ ഡിഫറെൻറ്റ് സംസ്. ആ പറഞ്ഞാൽ എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ കൊടുക്കുന്നത് 25,000 ആണ്, മറ്റേ ആൾ കൊടുക്കുന്നത് 75. അവിടെ ഡിഫറെൻറ്റ് സംസ് ആണല്ലോ, ദേ ആർ ലയബിൾ ടു ദേ ആർ ബൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സംസ് ആണെങ്കിൽ എന്താ പറഞ്ഞത്, co-sureties ഹാവ് അഗ്രീഡ് ടു guarantee different sums, they have to contribute equally subject to the maximum amount guaranteed by each one. അപ്പം ഞാൻ എത്രയാണോ മാക്സിമം എമൗണ്ട് പറഞ്ഞത് 25,000, അപ്പം ഞാൻ അത്ര കൊടുത്താൽ മതി. മാക്സിമം എമൗണ്ട് എത്രയാണോ അത്. മറ്റേ ആൾ പറഞ്ഞത് 75,000 ആണ്, അപ്പോൾ മാക്സിമം എമൗണ്ട് 75,000 മറ്റേ ആളും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സംസ് ആണെങ്കിൽ they have to contribute equally subject to the maximum amount guaranteed by each one. Then last right of surety against co-sureties are release of co-surety. അതായത് ഒരാളെപ്പം there are co-sureties, a release by creditor of one of them does not discharge the others എന്നാണ് പറയുന്നത്. ഇപ്പം ഞാനും വേറൊരാളും കൂടെ ഗ്യാരണ്ടി ചെയ്തതാണ്, അയാൾ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ അടുത്ത് കാശില്ലാതായപ്പോൾ എന്നെ റിലീസ് ചെയ്ത്, മനസ്സിലായല്ലോ. നിങ്ങളെ എമൗണ്ട് നിങ്ങൾ തരണ്ട, 25,000 നിങ്ങൾ തരണ്ട. ഇനിയിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് തരണ്ടെന്ന് പറഞ്ഞ സമയത്ത് മറ്റേ ആളെ റിലീസ് ചെയ്യുന്നില്ല, അയാളുടെ ലയബിലിറ്റി എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് അയാൾ എന്തായാലും 75,000 കൊടുക്കണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ റിലീസ് ബൈ ദ ക്രെഡിറ്റർ ഓഫ് എനി വൺ ഓഫ് ദം ഡസ് നോട്ട് ഡിസ്ചാർജ് ദി അതേഴ്സ് നോർ ഡസ് ഇറ്റ് ഫ്രീ ദ ഷുവർട്ടി സോ റിലീസ്ഡ് ഫ്രം ഹിസ് ലയബിലിറ്റി ടു ദ അതർ ഷുവർട്ടീസ്. ഓക്കെ, സോ ദീസ് ആർ ദ റൈറ്റ്സ് ഓഫ് ഷുവർട്ടി. ഇപ്പം പഠിച്ചു വെച്ചോളാം. 3 rights: against the creditor, against the debtor, against co-sureties. Thank you.